പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ശാന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അങ്ങനെ തിരുമലമായ ഈശോനിലൂടെനാവും പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാകർത്താവിന് ദാസ്യങ്ങളുടെ ക്രിസ്തീകർത്താവിനുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്ന തിരുമലമായ ഈശോനിലൂടെനാവും പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ ക്രിസ്തീകർത്താവിനുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്ന തിരുമലമായ ഈശോനിലൂടെനാവും പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, രാജ്യമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആദിയിലെ പോലെ ഇപ്പോഴത്തേക്കും ആമേൻ. ദേവാലയത്തിലേക്ക് പിതാവിന്റെയും പുത്രന്റെയും ക്രിസ്തുവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നയിക്കും. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനായി ഈ മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെ ഒരു സഖിയെ അവന് ഞാൻ ഉണ്ടാക്കും എന്നല്ലി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാൻ പോകുന്ന ഞങ്ങളുടെ ഏഞ്ചലിനെയും റേബിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കന്യാവിനെ സംബന്ധിച്ചു കൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിൻ്റെയും കാവൽക്കാരനായ മാരോസേഫെ, ദൈവം മാതാവായ വിശുദ്ധ കന്യാമറിയമ്മേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കനായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. ബന്ധുജനങ്ങളെ പ്രാർത്ഥനകളിലും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കട്ടെ. Through the raging
storms and fears I come, seeking a refuge by your side. All the brokenness and pain I bring, I wanna lay them at your feet, and I'll seek your face in all my ways, for I know I can do without you. Jesus, make me yours forevermore, 'cause you're all that my heart will desire. To worship the Lord our God is my desire, my one desire. To fall down on bended knee before the throne of the mighty King. To worship the Lord our God is my desire, my one desire. Oh, to dwell within your holy place every moment, every day, and to walk beneath your wings of praise, shielded and safe in every way. And I'll seek your face in all my ways, for I know I can't do without you. Jesus, make me yours forevermore, 'cause you're all that my heart will desire. To worship the Lord our God is my desire, my one desire. To fall down on bended knee before the throne of the mighty King. To worship the Lord our God is my desire, my one desire. To fall down on bended knee before the throne of the mighty King. Your beauty surrounds me in a million colors. Your fragrance transforms me as I lift my heart and sing out loud. To worship the Lord our God is my desire, my one desire. To fall down on bended knee before the throne of the mighty King. To worship
നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുറകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. എന്റെ സഹോദരനെ, വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനത്തിലുള്ള വായന. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റങ്ങളിൽ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആഗ്രഹപൂർവ്വവും ഇഷ്ടവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ഭാഗ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസ്ഥത്തിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വിശ്വസ്തകളും ഇപ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ ഭർത്താക്കളെ മാതാവുകൾക്കനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും അതിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളും അവരുടെ മക്കളാകും. ഇങ്ങനെ തന്റെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായമായ കൃപയ്ക്ക് തുല്യവകാശം നൽകി അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. Oh
ഈശോയുടെ അമ്മയും അവിടെ സന്നിഹിതരായിരുന്നു. ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വീഞ്ഞ് തികയാതെ വന്നപ്പോൾ ഈശോയുടെ അമ്മ അവിടുത്തോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല. അവിടുത്തെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവിടുന്ന് നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യൂതന്മാരുടെ ശുദ്ധീകരണ ക്രമത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. അവ ഓരോന്നിലും 2 or 3 കുടം വെള്ളം വീതം കൊള്ളുമായിരുന്നു. ഈശോ അവരോട് അരുളി ചെയ്തു, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവർ അവ പക്കോളം നിറച്ചു. ഇനി കുറച്ച് പകർന്ന് കലവറക്കാരന് കൊടുക്കുവിൻ എന്ന് അവനോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി തീർന്ന വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ വൃദ്ധന്മാർ അത് അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ആദ്യം മേൽത്തരം വീഞ്ഞാണ് വിളമ്പുക. ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ താങ്കൾ ഇതുവരെയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നുവല്ലോ. ഗലീലിയയിലെ കാനായിൽ ഇത് പ്രവർത്തിച്ച് ഈശോ അടയാളങ്ങളുടെ ആരംഭം കുറിച്ചു. വിശുദ്ധായി പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട റബിയും ഏഞ്ചലും ഈ വിശുദ്ധ കുർബാന മധ്യേ വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് കുടുംബജീവിതം ആരംഭിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഇവരെ രണ്ടുപേരെയും